ഇ ഇൻവോയ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേമാണ് ASP അല്ലെങ്കിൽ അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡർ. എന്താണ് ഈ ASP? ഉദാഹരണത്തിന് നമ്മളൊരു ഫോണ് കോൾ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഞാൻ വിളിക്കുന്ന ആളടുത്തും ഫോണുണ്ട്. അതിനോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം, ഒരു കണക്ഷൻ, ഒരു ടെലികോം ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ ഒരു കണക്ഷനും കൂടി എടുക്കേണ്ടതുണ്ട്. സോ ഒരാളുടെ കണക്ഷൻ ഡൂ ആവാം, മറ്റൊരാൾ എത്തിസലാത്താവാം, അല്ലെങ്കിൽ രണ്ടും എത്തിസലാത്താവാം, രണ്ടും ഡൂ ആവാം. ഏതായാലും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള, ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിട്ടുള്ള ഒരു സർവീസ് പ്രൊവൈഡറുടെ സർവീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. നമ്മുടെ ഈ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു സർവീസ് പ്രൊവൈഡർ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഞാനും ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റിൽ ഒരു സർവീസ് പ്രൊവൈഡർ, മൂന്നാമത്തെ പോയിന്റിൽ മറ്റൊരു സർവീസ് പ്രൊവൈഡർ, നാലാമത്തെ പോയിന്റിൽ ഞാൻ വിളിക്കുന്ന ആൾ. ഇങ്ങനെയാണ് കോള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇൻവോയ്സിന്റെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഈ ഒരു രൂപത്തിലാണ്. സെല്ലർ അയാളുടെ ERP-യിൽ ഈ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നു. അത് നേരെ ഈ ASPന്റെ അടുത്ത് എത്തുന്നു. ആ ASP നെക്സ്റ്റ് ASPയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഫൈനലി ഇതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബയറുടെ അടുത്ത് എത്തുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഡാറ്റ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ നേരെ ഗവൺമെൻറ്റിലേക്കും പോകുന്നു. ഈ രൂപത്തിലാണ് ASP വർക്ക് ചെയ്യുന്നത്. ASP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സോഫ്റ്റ്വെയർ ഒന്നല്ല. ASPയും ERPയും രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ERPനെ ഈ ഇൻവോയ്സിലേക്ക് ഇനാബിൾ ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡറാണ് ഈ ASP അപ്പോയിൻമെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഇൻവോയ്സ് ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചുള്ള ക്വറീസ് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് പങ്കുവെക്കാവുന്നതാണ്.